മിസ്റ്റർ ആൻഡ് മിസസ് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 14-ന് ജൈനിമേട് NN കൺവെൻഷൻ സെന്ററിൽ നടത്തും. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് പാലക്കാടാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ അംഗീകാരമില്ലാത്ത അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളും സർട്ടിഫിക്കറ്റുകളും അംഗീകാരമില്ലാത്തവയാണെന്ന വസ്തുത തിരിച്ചറിയണമെന്ന് സെക്രട്ടറി M. കൃഷ്ണപ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള സംഘടനയാണ്, ഗവൺമെൻറ് സംഘടനയാണ്. അൺഓതറൈസ്ഡ് ആയിട്ട് പല സംഘടനകളും മിസ്റ്റർ പാലക്കാട് എന്നുള്ള പേരിൽ ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും ലീഗലി ഉള്ളതല്ല, കാരണം സർട്ടിഫിക്കറ്റ് ഒന്നും വാല്യൂഡ് അല്ല. അത് ജനങ്ങൾക്ക് അറിയണില്ല, കുട്ടികളെ കബളിപ്പിക്കുകയാണ്. അതിലൊരു പരിധിവരെ മാധ്യമങ്ങൾ കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പല ചാമ്പ്യൻഷിപ്പുകൾ ഈ കറണ്ടായിട്ട് നടന്നിട്ട് അതിൻ്റെ ഫോട്ടോസുകൾ ഇവർ മാധ്യമങ്ങൾ കൂടെയൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാണ്ടാണ് ഈ മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ സംഘടന എന്ന് പറയുമ്പോൾ അവർ ഇതിൽ സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ, പത്രങ്ങളിലാണെങ്കിലും മീഡിയകളിലാണെങ്കിലും. അതും നോക്കാണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇതിനെ കൊടുക്കുന്നത്. കൊടുക്കുക, പ്രൈസ് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ വാല്യൂഡ് ആയിട്ടുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ആൾക്കാർക്ക് അറിയുന്നില്ല ഈ മിസ്റ്റർ പാലക്കാട് ആരാണ്, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഗുണം എന്താണെന്നുള്ളത്. കാരണം കോളേജുകളിലാണെങ്കിലും ജോലിക്കാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളൂ. ഇവർ ഇത് ചെന്ന് വേറെ സ്കൂളുകളിൽ പോയിട്ട് കോളേജുകളിൽ പോയിട്ട് കൊടുക്കുമ്പോൾ സ്പോർട്സ് കൗൺസിലേക്ക് വരുമ്പോൾ അത് വാല്യൂഡ് അല്ല. അപ്പോഴാണ് അവർ കബളിപ്പിക്കപ്പെടുന്നതെന്ന് അറിയണത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ചലഞ്ചഡ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം. വുമൺസ് ഐക്യു, വുമൺ ബോഡി ബിൽഡിംഗ്, വുമൺ ഫിറ്റ്നസ് ഐക്യു എന്നീ ഇനങ്ങളിലും മത്സരം നടക്കും. യോഗ്യതയില്ലാത്ത അസോസിയേഷനുകളിൽ പങ്കെടുത്ത് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ജോലിക്കായി ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന വസ്തുത പലരും തിരിച്ചറിയുന്നില്ലെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. ട്രഷറർ ബിനീഷ്, സ്പോർട്സ് കൗൺസിൽ നോമിനി നിതീഷ് മോഹൻ, M. സുധീർ, N. ജഗദീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.